കുട്ടികളോടും മുതിർന്നവരോടും ഒരുപോലെ ഇരിക്കൂറിന്റെ മണ്ണിൽ ജനഹൃദയം കീഴടക്കിയ ഇരിക്കൂർ റഹ്മാനിയ ദർസ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കരുത്തനായ ജനറൽ സെക്രട്ടറി കെ പി അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വളരെ ആദരവോടും ഈ യോഗാധ്യക്ഷൻ മാനേജർ കെ ടി ജിയാദ് ഹാജി, ഒന്നിനായ ഉസ്താദ് സലീം കൈസി ഇർഫാനി, വേദിയിലെ മാനേജ്മെന്റ് പ്രതിനിധികൾ, ഉസ്താദുമാർ, വളരെ സുദീർഘമായ 2-3 ദിവസത്തെ പരിപാടി ഈ റഹ്മാനിയ ശരീഅത്ത് കോളേജിന്റെ 4 ചുമരുകൾക്കുള്ളിൽ വളർന്നു വരുന്ന ഒട്ടേറെ പ്രതിഭകൾ, അവരുടെ കഴിവുകൾ ഈ സമൂഹത്തിന് ആവശ്യമുള്ളതാണ്. നാം കാണുന്നവരല്ല ഇവർ ആരും തന്നെ. നമ്മുടെ ചിന്തക്കും അപ്പുറം ഒരുപാട് കഴിവുകൾ കരസ്ഥമാക്കിയ വ്യക്തിത്വങ്ങളാണ്, പ്രതിഭകളാണ് ഇവിടെയുള്ളത്. ഇവരുടെ ഈ കഴിവും പ്രാപ്തിയൊക്കെ ഈ സമൂഹത്തിന് ആവശ്യമുണ്ട്. അല്ലാഹു അത് പൂർത്തീകരിച്ചതുമാറാവട്ടെ. ദർസ് മാനേജിംഗ് കമ്മിറ്റിയുടെ വിദ്യാഭ്യാസ വിപ്ലവം, ഒരു വർഷക്കാലത്തുള്ള വിദ്യാഭ്യാസ വിപ്ലവം വളരെ എടുത്തു പറയത്തക്കതാണ്. വിദ്യാഭ്യാസ രംഗത്ത് ശരീഅത്ത് കോളേജിൽ, ഒപ്പം ഹിഫ്ള് കോളേജിൽ, ഖുർആൻ പ്രീ സ്കൂൾ സംവിധാനം, പുതുതായി ആരംഭിക്കാനിരിക്കുന്ന ഇസ്ലാമിക് സ്റ്റഡീസ് +1+2 ഫോർ ഗേൾസ്, ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന പ്ലേ സ്കൂൾ, pre-KG മുമ്പുള്ള പ്ലേ സ്കൂൾ സംവിധാനം, ഇതൊക്കെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ധാർമ്മികമായ നിലവാരം ഉൾപ്പെടുത്തിയിട്ടുള്ള പദ്ധതികളാണ്. വെറും വിദ്യാഭ്യാസ നിലക്കല്ല ഈ സംവിധാനം കമ്മിറ്റി ഒരുക്കിയിരിക്കുന്നത്. ചെറിയ 2.5 വയസ്സ് മുതലുള്ള കുട്ടികൾ ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ കൂടി വിദ്യ അഭ്യസിച്ചിരിക്കണം എന്ന നിർബന്ധം കമ്മിറ്റിക്കുണ്ട്. ആ നിലയ്ക്ക് 2.5 വയസ്സ് മുതൽ ഇവിടെ ചേർക്കപ്പെടുന്ന കുട്ടി +2 കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നല്ല ആത്മീയവും ഭൗതികവുമായ വിവരം കരസ്ഥമാക്കിയ ഒരു പ്രതിഭകളായി വരണം എന്നതാണ് കമ്മിറ്റിയുടെ വിദ്യാഭ്യാസ കൺസെപ്റ്റ്. അൽഹംദുലില്ലാഹ്, അത് പൂവണിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനെ മുഴുവൻ ആളുകളും നെഞ്ചേറ്റിയിട്ടുണ്ട് എന്നതിന്റെ തെളിവുകളാണ് ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ എന്ന് പറയുന്നത്. വെറും ഭൗതികതയിലേക്ക് കുട്ടികൾ കടന്നു പോയാൽ ഉണ്ടാവാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ മുന്നിൽ കണ്ടുകൊണ്ട് കമ്മിറ്റി ഒരു പടി മുന്നോട്ട് ചാടി എന്നതാണ് വസ്തുത. സാമ്പത്തികമായ പ്രതിസന്ധികൾക്കിടയിൽ അമൂല്യമായ ഈ പദ്ധതിയുടെ വിജയത്തിന് വേണ്ടിയുള്ള നിരന്തരമായ പ്രവർത്തനമാണ് ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബജീവിതത്തിന് വലിയൊരു പരിഹാരം കാണാൻ വിദ്യാഭ്യാസ വിഷയത്തിൽ ലക്ഷങ്ങൾ മുതൽ മുടക്കി അവസാനം ദുഃഖവും ദുരന്തവും വേദനയും പോലീസ് സ്റ്റേഷനും കോടതി വളപ്പും പ്രതിപരമായി തിരിച്ചിരുത്തുന്ന ഈ സംവിധാനത്തിന് മാറ്റമുണ്ടാക്കണമെന്ന കാഴ്ചപ്പാടാണ് ഇസ്ലാമിക് സ്റ്റഡീസ് കൊണ്ട് കമ്മിറ്റി കാണുന്നത്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് ആ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നത്. ആ കുട്ടികൾ ഒരു നിമിഷം മാതാപിതാക്കളെ മറന്ന് പുറഞ്ചാടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് അവരിലുള്ള ധാർമ്മികമായ വിജ്ഞാനത്തിന്റെ കുറവ് കൊണ്ടാണ് എന്നും വളർന്നു വരുന്ന തലമുറ ചെറുപ്പക്കാരായ ആളുകളൊക്കെ വഴിതെറ്റി പോകുന്നത്
അടുക്കളയിലെ സംസ്കാരത്തിന്റെ ശൂന്യത കൊണ്ടാണ് എന്നും മനസ്സിലാക്കി അടുക്കള സംസ്കരിച്ചുകൊണ്ട് വരുന്ന തലമുറകളെ സംസ്കരിച്ച് വാറ്റിരിക്കാനുള്ള സംവിധാനം എന്നതൊക്കെയാണ് 10ാം ക്ലാസ് പാസ്സായ പെൺകുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന്റെ കൂടെ വിശുദ്ധ ഖുർആൻ അടക്കമുള്ള സംവിധാനങ്ങൾ, ഈ മേരിറ്റൽ ക്ലാസ്, സൈക്കോളജി പോലുള്ള വിഷയങ്ങൾ നൽകി നമ്മുടെ കുട്ടികളെ കുടുംബ ജീവിതത്തിനും ആത്മീയമായ ഉദാഹരണത്തിനും പ്രാപ്തമാക്കുന്ന രൂപത്തിലേക്കുള്ള കരിക്കുലം സിലബസ് തയ്യാറാക്കി അടുത്ത ജൂണിൽ ആരംഭിക്കാനിരിക്കുന്നത്. ഇതൊക്കെ പറയുന്നത് ഈ മഹല്ലിന്റെ കെട്ടുറപ്പിനും ഈ മഹല്ലിൽ ജനിച്ച് വളരുന്ന കുട്ടികൾക്ക് നൽകേണ്ടുന്ന ഗുണകരമായ വിദ്യാഭ്യാസത്തിന്റെ പ്രോത്സാഹനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ആ സന്ദേശത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഇവിടെ പരിപാടികൾ അവതരിപ്പിച്ച് കഴിവും പ്രാപ്തിയും തെളിയിച്ച വിദ്യാർത്ഥികൾ, നിങ്ങൾ ഒരു നിമിഷം പോലും പിന്നോട്ട് മാറരുത്. നിങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് കഴിവുകൾ ഈ സമൂഹത്തിന് ആവശ്യമുള്ളതാണ്. ആ കഴിവുകൾ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചെടുത്ത് ഈ ജീവനെ, ഈ ഉമ്മത്തിനെ സംസ്കാര സമ്പന്നതയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ സംവിധാനത്തിന്റെ യവനെ ഞാൻ ഉയർത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.